പുതുക്കാട് മുപ്ലിയം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ഗേറ്റിന് ഇരുവശങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂമ്പാരങ്ങൾ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. സ്കൂൾ തുറന്ന് ഒരു മാസത്തിലേറെയായിട്ടും ഗേറ്റിനു സമീപമുള്ള മെറ്റൽ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാത്തതിനാൽ കാൽനടയായും സൈക്കിളിലുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് റോഡിലിറങ്ങി ഗേറ്റിലേക്ക് പ്രവേശിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. വാഹന തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ റോഡിന് നടുവിലൂടെ മെറ്റൽ കൂമ്പാരങ്ങൾ മറികടക്കേണ്ടി വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആശങ്ക. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി മെറ്റൽ കൂമ്പാരങ്ങൾ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് ഉടൻ മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പുതുക്കാട് പഞ്ചായത്ത് അംഗവും BJP മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ജോയ് മഞ്ഞളി, പുതുക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായ അജിതൻ നടപറമ്പിൽ എന്നിവർ ആവശ്യപ്പെട്ടു. പുതുക്കാട് മുപ്ലിയം റോഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരണം മെറ്റൽ കൂനയാണ് നമ്മുടെ ചെങ്ങാലൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ മുമ്പിൽ രണ്ട് സൈഡിലായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. പല കുട്ടികളും സൈക്കിളിൽ വരുന്ന കുട്ടികളുണ്ട്, നടന്നു വരുന്ന കുട്ടികളുണ്ട്. ഈ മെറ്റലിൽ ചവിട്ടി അപകടം ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മെറ്റൽ കൂന ഇവിടുന്ന് ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ തുറസായ സ്ഥലങ്ങളിലേക്കോ മാറ്റി ഉടൻ തന്നെ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുന്നിൽ ഇപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് റോഡ് പണി ഉദ്ഘാടനം, പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ് മെറ്റൽ വന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും നാളുകൾ സ്കൂൾ തുറന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ റോഡിൻ്റെ പണി നടത്താനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഗമമായിട്ട് റോട്ടിലൂടെ യാത്ര ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ ഏത് സമയത്തും കുട്ടികളുടെ സൈക്കിളോ അല്ലെങ്കിൽ മെറ്റലുമേ ചവിട്ടി കുട്ടികൾ വീണിട്ടുള്ള അപകടങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം അധികാരികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതുക്കാട് പഞ്ചായത്ത് ശക്തമായി പ്രതിഷേധിക്കാം.